ചാനൽ. അപ്പോൾ ഇന്നത്തെ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ കുറച്ച് വിഭവങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെറിയൊരു അസുവിനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഉമ്മ ഇവിടെ അടുപ്പിൽ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഊറ്റിയെടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ എന്നോട് കയ്യിൽ നിന്ന് ചെറിയ പരിപാടികളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. അടിച്ചു വരിക, തുടക്കുക, അങ്ങനത്തെ പിന്നെ ഉപ്പേരിക്കൾ അരിഞ്ഞൊക്കെ കൊടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ഉമ്മ പെട്ടെന്ന് പണിയൊക്കെ എടുത്തതിന് ഒക്കെ സെറ്റാക്കിയതിന് ശേഷം ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നമ്മൾ അരീക്കോടുള്ള നമ്മളെ ഷോപ്പിൽ. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടുള്ള വിഭവമാണ് ഇന്ന് ഉമ്മ അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഉരുളൻകിഴങ്ങിൻ്റെ ഉപ്പേരി കേട്ടോ. പിന്നെ തക്കാളി കറി, അതെനിക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ മലപ്പുറംകാരും അതുപോലെ മലയാളികളെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുന്നൊരു സംഭവമല്ലേ തക്കാളിക്കറി. അതൊരു വേറെ വൈബ് തന്നെയാണ്. നമുക്ക് ചോറിലേക്ക് ഒന്നും ഇല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉണ്ടായാൽ അന്നത്തെ ദിവസം അടിപൊളി തന്നെ ആയിരിക്കും. എനിക്കും ഇക്കാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാക്കും അങ്ങനെ തന്നെ വലിയ കറിയൊന്നും വേണ്ട, തക്കാളിക്കറി ഉണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം വേറെ ഒന്നും വേണ്ട. അപ്പം ഇത് നമ്മൾ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് അരിയുക, അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വെക്കുക. ശേഷം നമുക്ക് സാധാ നമ്മൾ ഉപ്പേരി വെക്കും പോലെ തന്നെ വെക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് വിഭവങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഫുഡൊക്കെ ആയിട്ടുണ്ട്, മീൻ പൊരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുന്ന കാലത്ത് ഞാൻ സ്കൂളിലേക്ക് ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ അത് ഇതായിരിക്കും. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു ഉപ്പേരിയാണ് ഉരുളൻകിഴങ്ങിൻ്റെ ഇതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ട്രൈ ചെയ്യുക. സിമ്പിളാണ്, ഭയങ്കര ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ആണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതുപോലെ നല്ല വെറൈറ്റി വീഡിയോസ് നെസ്മി വ്ളോഗിൽ കാണുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വ്യൂസ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നല്ലേ ഞാനിടുന്ന ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഉച്ചക്കത്തെ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഉപ്പാക്ക് ചോറ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി കറി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടെയും കൂട്ടിയിട്ട് ഒരു മീനും എടുത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഹസുവിന് ഞാൻ കുറച്ച് നേരത്തെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്, അവനെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അവന് ഇന്നലെ എന്നോട് പറയുന്നുണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. അപ്പം ഞങ്ങളെ നാട്ടിൽ ഒരു അടിപൊളി ഒരു ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈവനിങ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടോ, വലിയ ദൂരമൊന്നുമില്ല, നമ്മളെ നാട്ടിൽ തന്നെയാണ്. കീപ്പറമ്പാണ് ഈ ഒരു സംഭവം വരുന്നത്. അടിപൊളി വൈബാണ്. ഒരുപാട് ആളുകൾ വരുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരുപാട് ആളുകൾക്ക് അറിയാം, ലൊക്കേഷനിലൊക്കെ ഉണ്ട്. മുറിഞ്ഞുമാട് നടിച്ചാൽ മതി. ഇതൊരു വേറെ വൈബാണ്. നമ്മളെ ബീച്ചിലൊക്കെ ഉള്ള അതിലേറെ ഭംഗിയുണ്ടെന്ന് എനിക്ക് ഒരു ഇത് കേട്ടോ. കാരണം എവിടെ നിന്നൊക്കെയോ ആളുകൾ ചോദിച്ചറിഞ്ഞ് വരുന്നൊരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്വന്തം നാട്ടിലും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വരാൻ ആഗ്രഹമുള്ളവർ മുറിഞ്ഞുമാട് ലൊക്കേഷൻ അടിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ഈവനിങ് ജസ്റ്റ് കാറ്റുകൊണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഞാൻ ഹസൂനിയും അതുപോലെ തന്നെ എളാപ്പാൻ്റെ മോനിയാണ്, അവനൂടി കൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെറുതെ ഈവനിങ് പറമ്പ് ഞങ്ങൾ നാട്ടിറങ്ങിയതാണ്. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഞാൻ മക്കൾസിനെയും കൂട്ടി ഇറങ്ങിയതാണ് അല്ലേ. ഞങ്ങൾ ഒരു ഐസൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുകയാണല്ലേ അസുവ. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ അറിയുന്ന ഒരു ടൂറിസ്റ്റ് ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പല ആളുകളും ഒരുപാട് എക്സ്പെൻസൊക്കെ എടുത്തിട്ട് ഒരുപാട് യാത്രയൊക്കെ ചെയ്തിട്ട് ആലപ്പുഴയൊക്കെ പോകാറുണ്ട് അല്ലേ. അവിടെയൊക്കെ പോകുന്ന അതേ ഒരു ആംബിയൻസ് സെറ്റപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ബോട്ട് സർവീസുകളുണ്ട്, ചവിട്ടി ബോട്ട് ഉണ്ട്, തോണിയുള്ള വേണ്ടവർക്ക് തോണിയുണ്ട്, ഡബിളായിട്ടുള്ള ബോട്ട് വേണ്ടവർക്ക് അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്, സ്പീഡ് ബോട്ട് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ആയിട്ട് കളർഫുള്ളായിട്ടുണ്ട് നമ്മൾ മുറിഞ്ഞുപാട്. അപ്പോൾ വലിയ ടിക്കറ്റ് ഒന്നുമില്ല, ഒരാൾക്ക് 50 രൂപ ചാർജേ ഉള്ളൂ. കുട്ടികൾക്ക് ചാർജും വേണ്ട, വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഞാനിവിടെ എത്തിയതെന്ന് പറഞ്ഞാൽ ഒരു 4 മണി 4:30ക്കാണ് ഇവിടെ എത്തുന്നത്. ആ ഒരു ടൈം ആയപ്പോൾ തന്നെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ ഓരോ ആളുകളോട് ചോദിക്കുമ്പോൾ ഒരുപാട് ദൂരത്തു നിന്നാണ് ഓരോരുത്തർ പറയുന്നത്. പിന്നെ എൻ്റെ സബ്സ്ക്രൈബിനെയും ഞാൻ ഇവിടുത്തെ കണ്ടു കേട്ടോ. കുറേ ആൾക്കാരെ കണ്ടു, സംസാരിച്ചൊക്കെ ചെയ്തു. അപ്പോൾ അവരൊന്നും ചിലപ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവരെ ഞാൻ പേഴ്സണലി വീഡിയോ എടുക്കാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ബോട്ടിൽ കയറാൻ വേണ്ടി
വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ആലപ്പുഴയിലൊക്കെ പോയാൽ ഇതുപോലത്തെ ബോട്ടുകളിലാണല്ലോ അവിടെയും പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 50 രൂപ കൊടുത്താൽ മതി. അടിപൊളി വൈബാണ് കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ട്. പിന്നെ ഞങ്ങൾ വന്നതിനാട്ടിലും നമ്മൾ പോകാൻ നേരത്ത് ഇതിലേറെ ആളുകളായിട്ടാണ് ഈ ഒരു ബോട്ടൊക്കെ പോകുന്നത്. ഇതുപോലത്തെ 2 ഇത് വരുന്ന ബോട്ട് 2 ഇവിടെ ഉണ്ട്. പിന്നെ ഒരു സ്പീഡ് ബോട്ട് ഉണ്ട്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ലേ മുറിഞ്ഞുമാട്. ഇനി ഇങ്ങോട്ട് വരാനും ഈ ഒരു വൈബൊക്കെ കാണാനുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൊക്കേഷൻ അടിച്ചാൽ മതി. മുറിഞ്ഞുമാട് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് ഇവിടെ എത്തും കേട്ടോ. എന്തായാലും അന്ന് ഈവനിങ് ഒന്ന് അടിച്ച് പൊളിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറേ ദിവസത്തിനൊന്നുമല്ല വന്നത്. എൻ്റെ വീട്ടിലേക്ക് 2 ദിവസമെങ്കിലും നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരലും നിൽക്കലൊക്കെ വളരെ കുറവാണ്. ഞാൻ വെള്ളേരിയിൽ ഇക്കാൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കൂടുതൽ നിൽക്കൽ. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ടാവും മര്യാദയ്ക്ക് നിൽക്കാൻ വന്നിട്ട്. ഒരു 2 ദിവസം 3 ദിവസമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ വന്നു പോകുമല്ലാതെ നിൽക്കൽ കുറവാണ്. ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ നിൽക്കൽ. കാരണം എനിക്ക് എല്ലായിടത്തും ഒരുപോലെയാണ്. ചില ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ വന്നാൽ കുറച്ച് ഇതെന്ന്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് 2 ഒരുപോലെയാണ്. അപ്പോൾ എവിടെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ വെള്ളേരത്ത് ഉമ്മാക്ക് ഹസ്സു ഇല്ലാതെ നിൽക്കാൻ തന്നെ പറ്റില്ല. ഹസ്സു വേണം. ഇപ്പോൾ 2 ദിവസം തന്നെ ആയപ്പോൾ 2 ദിവസം നിൽക്കാൻ തന്നെ അപ്പോൾ ആൾ വിളി തുടങ്ങിയിട്ടുണ്ട്, വാ വാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസം നിന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനോട് ഇങ്ങനെ വെല്ല പിടിച്ച് നിർത്തിയതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വൈബും ഈ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ നല്ല ടൂറിസ്റ്റ് ഏരിയകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതൊക്കെ കാണാതെ പോകുന്നതിൽ കാര്യമില്ലല്ലോ. ഇപ്പം നല്ല വൈബായിട്ട് മാറിയിട്ടുണ്ട്. സൺഡേ ഒക്കെ ആയി ഭയങ്കര തിരക്കാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് 5:30 വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ എത്തിയത് മഗ്‌രിബാങ്കൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് അത്രയും ബ്ലോക്കാണ്. വണ്ടി കൊണ്ട് ഇങ്ങോട്ട് ഭയങ്കര ബ്ലോക്ക്. അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊന്ന് കണ്ടുവരാം അല്ലേ.
ഏകദേശം ഒരു 5:30-5:45 ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിൽ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരികയാണ്. ഭയങ്കര ബ്ലോക്കാണ് കേട്ടോ. മുകളിലൊക്കെ ഞാൻ മുകളിൽ വണ്ടി വെച്ചിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്, കാരണം അത്രയും ബ്ലോക്കാണ് താഴോട്ടൊക്കെ. അപ്പോൾ ഇതിലൊക്കെ കയറാനുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. കാരണം നല്ല കുറഞ്ഞ റേറ്റിലാണ് ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം ഞാൻ കയറിയതിനാട്ടിലും ഭയങ്കര ആളുകളാണ് ഇപ്പോഴത്തെ ബോട്ട് പോകുന്നില്ലേ, കാരണം അത്രയും ആളുകളാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ ആളുകൾ ഇരിക്കുന്ന പോലില്ല. ഞങ്ങൾ പോയ ടൈമിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആളുകൾ ടൈം കൂടുന്തോറും ഇവിടെ ഭയങ്കര ആളുകൾ കൂടിക്കൂടി വരികയാണ് ഒരു ഇതാണ്. കാരണം നൈറ്റിലൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഇവിടെ വന്ന് ഇരിക്കാൻ. നല്ല തണുപ്പും ഒക്കെ ആയിട്ടൊരു വേറെ വൈബാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒരു ഏകദേശം ഒരു 1/2 മണിക്കൂർ ഇവിടെ ബ്ലോക്കിൽ ഞാൻ പെട്ടിട്ടുണ്ട് അങ്ങോട്ട് പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് അവിടുന്ന്. അപ്പോൾ അടുത്തൊരു വെറൈറ്റി വീഡിയോ തന്നെ തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.